ഗസയിൽ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രിയപത്നി ഉമ്മു ഹംസയ്ക്ക് വേണ്ടി ഹജ്ജ് നിർവഹിച്ച് മാധ്യമപ്രവർത്തകൻ വായിൽ അൽ ദഹ്ദൂദ്. രണ്ടാം തവണയാണ് ഹജ്ജിനായി അദ്ദേഹം മക്കയിലെത്തുന്നത്. ഇത് എനിക്ക് അധിക സന്തോഷം നൽകുന്നു. കഴിഞ്ഞ വർഷം അവളെ എന്റെ കൂടെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. ഭാര്യയ്ക്ക് നൽകിയ വാഗ്ദാനം താൻ നിറവേറ്റിയിരിക്കുകയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യ സംഗമമാണ്. ഒരു സ്ഥലത്ത് ഒരേ സമയം ഏറ്റവും കൂടുതൽ പേർ ഇവിടെ ഒത്തുകൂടുന്നു, വായിൽ പറയുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല നാളുകളിൽ ഗസയിലെയും ജെറുസലേമിലെയും പലസ്തീനിലെയും നമ്മുടെ ജനതയ്ക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നിനും സ്ഥാനമില്ല. ഉത്കണ്ഠയും സങ്കടവും ലഘൂകരിക്കാനും ദുരിതമകറ്റാനും ഹൃദയങ്ങളെ ശക്തിപ്പെടുത്താനും അറഫയിൽ നിന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. അവൻ അതിന്റെ സംരക്ഷകനും അതിന് കഴിവുള്ളവനുമാണ്. ഹജ്ജിനിടെ അറഫ ദിനത്തിൽ വായിൽ എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. അൽ ജസീറ അറബിക് വിഭാഗത്തിന്റെ ഗസയിലെ ബ്യൂറോ മേധാവിയാണ് വായിൽ. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിന്റെ ദൃശ്യങ്ങൾ ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നതിൽ എന്നും മുന്നിലുണ്ടായിരുന്നു അദ്ദേഹം. ഇതിനിടയിൽ അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങളും നിരവധിയാണ്. യുദ്ധത്തിനിടെ ഭാര്യയും മക്കളും മറ്റു കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടിരുന്നു. കൂടാതെ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ വായിലിനും പരിക്കേറ്റു. ഒക്ടോബർ 25-ന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് വായിലിന് തന്റെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടത്. തെക്കൻ ഗസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ ഭാര്യ, മകൻ, മകൾ, പേരക്കുട്ടി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു. അന്ന് അൽ അക്സ ആശുപത്രിയിലെത്തി വായിൽ തന്റെ പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ ലോകം കണ്ണീരണിഞ്ഞാണ് കണ്ടത്. പിതാവിനെ പോലെ മാധ്യമപ്രവർത്തകനാകാൻ ആഗ്രഹിച്ച മകൻ മഹ്മൂദിന്റെ മുഖത്ത് തലോടുന്ന ദൃശ്യങ്ങൾ ഹൃദയഭേദകമായിരുന്നു. കുടുംബാംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം യുദ്ധഭൂമിയിൽ വെറുതെയിരുന്നില്ല. 24 മണിക്കൂർ തികയും മുമ്പ് തന്നെ മൈക്കുമായി വീണ്ടും ഗസയുടെ മണ്ണിലേക്ക് ഇറങ്ങി. ഇസ്രായേലിന്റെ ക്രൂരതകൾ ലോകത്തിനു മുന്നിൽ വിളിച്ചു പറഞ്ഞു. ഇസ്രായേൽ കരയാക്രമണം ശക്തമാക്കിയതോടെ അദ്ദേഹത്തിന് തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. സ്വന്തം വീടും നാടും വിടുന്നതിനേക്കാൾ വലിയ വേദനയില്ലെന്നാണ് വായിൽ ഇതിനെ വിശേഷിപ്പിച്ചത്. ഓരോ പലസ്തീനിയുടെയും വേദന കൂടിയായിരുന്നു ആ വാക്കുകൾ. പിന്നീട് അദ്ദേഹത്തിന് ഖാൻ യൂനിസിൽ വെച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേൽക്കുകയുണ്ടായി. ഫർഹാൻ സ്കൂളിന് സമീപം ഫലസ്തീനികൾക്ക് നേരെയുള്ള ബോംബാക്രമണം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു ആക്രമണം. വായിലിന്റെ വലതുകൈയിൽ വെടിയേറ്റു. ക്യാമറമാൻ സാമിർ അബൂദഗക്കും പരിക്കേറ്റു. ഇയാൾ പിന്നീട് മരണത്തിന് കീഴടങ്ങി. എന്നാൽ ഇസ്രായേലിന്റെ വെടിയുണ്ടകൾക്കും വായിലിനെ തളർത്താൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തി. മുറിവേറ്റ കൈകളുമായാണ് വായിൽ ജോലിയിൽ സജീവമായത്. സഹപ്രവർത്തകന്റെ മരണത്തിനുൾപ്പെടെ കാരണമായ ആക്രമണത്തെക്കുറിച്ച് ലോകത്തെ അറിയിച്ചു. തുടർന്നും ദുരന്തങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടി. ഈ വർഷം ആദ്യം മറ്റൊരു മകനെയും ഇസ്രായേൽ ആക്രമണത്തിൽ അദ്ദേഹത്തിന് നഷ്ടമായി. മാധ്യമപ്രവർത്തകനായിരുന്ന ഹംസ അൽ ദഹ്ദൂദ് ആണ് ഖാൻ യൂനിസിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. AFP റിപ്പോർട്ടർ മുസ്തഫ തുറായയും കൂടെ രക്തസാക്ഷിയായി. വിങ്ങിപ്പൊട്ടിയായിരുന്നു മകനെ വായിൽ യാത്രയാക്കിയത്. ഹംസ എന്റെ ഭാഗമായിരുന്നില്ല, അവൻ എന്റെ എല്ലാമായിരുന്നു. അവൻ എന്റെ ആത്മാവായിരുന്നു. ഇത് വേർപിരിയലിന്റെയും നഷ്ടത്തിന്റെയും കണ്ണുനീരാണ്, മനുഷ്യത്വത്തിന്റെ കണ്ണുനീരാണ്. നാം നമ്മുടെ പ്രതിജ്ഞകൾ പൂർത്തീകരിക്കുമെന്ന് ഹംസയോടും എല്ലാ രക്തസാക്ഷികളോടും പറയുകയാണ്. ഇത് നാം സ്വമേധയാ തെരഞ്ഞെടുത്ത പാതയാണ്. രക്തം കൊണ്ടാണ് നാം അതിന് നനയ്ക്കുന്നത് എന്നിങ്ങനെയായിരുന്നു വായിലിന്റെ വാക്കുകൾ. മകന്റെ വിയോഗശേഷവും അദ്ദേഹം യുദ്ധമുഖത്തുണ്ടായിരുന്നു. ഗസക്കാരുടെ വേദനയും ദുരിതവും ഇസ്രായേലിന്റെ ക്രൂരതയുമെല്ലാം റിപ്പോർട്ട് ചെയ്തു. ഒടുവിൽ ചികിത്സയ്ക്കായി ഖത്തറിലേക്ക് പോകുന്നതുവരെയും തന്റെ ദൗത്യം അചഞ്ചലമായി അദ്ദേഹം നിർവഹിച്ചുകൊണ്ടേയിരുന്നു.